ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നുണ്ടല്ലോ, ഇതിൻ്റെ പേര് കിലാഞ്ചി എന്നാണ്. ലക്ഷദ്വീപുകാരുടെ ഒരു മെയിൻ ഒരു പലഹാരമാണ് കേട്ടോ. ഇത് നല്ല സ്വീറ്റാണ്. ഇത് കഴിക്കാനായിട്ട് അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം, നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം പച്ചരിയാണ് കേട്ടോ വേണ്ടത്. പച്ചരി രാവിലെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിരാനിട്ടിട്ട് വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. 1 ഗ്ലാസ് പച്ചരിയാണ്. ഒരു 2-3 വട്ടം കഴുകി പിന്നെ വെള്ളത്തിൽ കുതിരാനിട്ടതാണ് കേട്ടോ. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാവേ. ഈ പച്ചരിയൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇനി 1-2 സാധനം മാത്രം മതി ഇതിന്. ഒത്തിരി സാധനങ്ങളുടെ ഒന്നും ഒരു കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നിത്യമുള്ള സാധനങ്ങൾ വെച്ച് മാത്രമാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പം 1 ഗ്ലാസ് പച്ചരി കുതിർത്തത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 മുട്ടയാണ് കേട്ടോ വേണ്ടത്. 2 മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് പച്ചരിക്ക് 2 മുട്ട എന്നതാണ് ഇതിൻ്റെ അളവ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും ഇതൊന്ന് നന്നായിട്ട് അരഞ്ഞു വരാനായിട്ടുള്ള ഒരു 1/2 ഗ്ലാസോളം വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് മിക്സിയുടെ ജാർ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. ഇതാ നമ്മൾ അരച്ചെടുത്ത മിക്സ് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മാവൊക്കെ ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. അത് ഒരു തേങ്ങ തിരുമ്മി അതിൻ്റെ പാലെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത പരിപാടി. ഇതാ നമ്മൾ ഇതുപോലെ ഒരു തേങ്ങ തിരുമ്മി അതിൻ്റെ തേങ്ങാപ്പാലൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഞാലിപ്പൂവൻ്റെ പഴമാണ്. റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ അത് മതി. നമ്മളിതാ ഇപ്പോൾ ഇവിടെ ഞാലിപ്പൂവൻ്റെ പഴം ഒരു 5 എണ്ണം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഈ പഴം ഒന്ന് ചെറുതായിട്ട് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാവേ. വേഗം നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മൾ 5 പഴവും തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ്. നമ്മളൊരു 3 സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിൻ്റെ അനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറച്ചും ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സില്ലേ, മാവ്, മുട്ടയും പച്ചരിയൊക്കെ കൂടി അരച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുകയല്ലേ, അതുപോലെ ഒന്ന് ഒഴിച്ച് കറക്കിയെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കട്ടി വേണ്ട, ഒരുപാട് കട്ടിയില്ലാതെ നൈസായിട്ട് ഇതൊന്ന് നമുക്ക് എല്ലാം ഒന്ന് വേഗം ചുട്ടെടുക്കാവേ. ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് 2 വശവും നന്നായിട്ടൊന്ന് വേവിച്ച് മൊരിയിച്ചെടുക്കാവേ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണം. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ആയതുകൊണ്ട് അവർ കഴിക്കും, ഉറപ്പായിട്ടും കഴിച്ചു നോക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങൾക്കൊക്കെ എല്ലാവരും തയ്യാറാക്കി കൊടുക്കണം. ഇതാ നമ്മൾ തിരിച്ചിട്ട് 2 വശവും നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ കിലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് 1 എണ്ണം എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഈ തേങ്ങാപ്പാലിൻ്റെ ഈ മിക്സില്ലേ, തേങ്ങാപ്പാലും പഴവും കൂടി അതും കൂടി ചേർത്ത് നമ്മൾ ഒഴിച്ചാണ് കഴിക്കുന്നത് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല മധുരവും ഒക്കെ ആയിട്ടുള്ളൊരു അടിപൊളി ഒരു സാധനമാണ് ഇത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് അങ്ങോട്ട് കുതിർന്ന് വായിൽ അലിഞ്ഞു പോകും കേട്ടോ. അമ്മാതിരി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നേക്കരുത് കേട്ടോ. അപ്പം ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത ഡിഷുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.